കഴിഞ്ഞ ക്ലാസ്സിലൊക്കെയും ടെയിൽവിൻ CSSൽ സ്റ്റൈൽ ചെയ്യുന്ന 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്ന് ടെയിൽവിൻ CSSൻ്റെ ഡീഫോൾട്ട് ക്ലാസ്സുകൾ ഇൻലൈനായിട്ട് യൂസ് ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത്തേത് നമ്മുടെ ലേഔട്ടിനനുസരിച്ചുള്ള കളറുകളും ഫോണ്ട് സൈസുകളും അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടികളും ഒക്കെ config.js ഫയലിൽ കസ്റ്റമായിട്ട് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ് പഠിച്ചത്. ഇനി മൂന്നാമത്തത് ഇൻലൈനായിട്ട് തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമായിട്ടുള്ള മെഷർമെൻറ്റുകൾ കൊടുത്ത് ചെയ്യുന്ന മെത്തേഡാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെയിൽവിൻ CSSലെ ഡിറക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട് input.cssൽ തന്നെ നമ്മൾ സാധാരണ CSS ഫയലിൽ സ്റ്റൈൽ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റൈൽ ചെയ്യുന്ന മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 1-2 സ്റ്റെപ്പിലൂടെ തന്നെ പോകാം. എങ്കിൽ മാത്രമേ ആ ഡിറക്റ്റീവ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ആ ബട്ടൻ്റെ ടാഗും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റൈലും ഒക്കെ ഞാനെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ സ്റ്റാർട്ടിങ് മുതലൊന്ന് ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമേ ആ ഡിറക്റ്റീവിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ ഒരു സ്റ്റൈൽ ഒഴികെ, കാരണം ബോഡിക്ക് നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബട്ടൺ നമ്മുടെ ബ്രൗസറിൽ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റൈൽ ഞാനിവിടെ ബോഡിക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം റിമൂവ് ചെയ്തു. നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് മെത്തേഡായ ഇൻലൈനായിട്ട് തന്നെ നോക്കാം. ഇവിടെ ഞാനൊരു ബട്ടൺ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോണ്ട് കോൺഫിഗർ ചെയ്തെടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടെയിൽവിൻഡിൽ ഡീഫോൾട്ടായിട്ടുള്ള ഫോണ്ടുകളുണ്ട്. പക്ഷേ നമുക്കൊരു കസ്റ്റമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ പോപ്പിൻസ് ഫോണ്ട് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ആദ്യം ഒന്ന് ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ എക്സ്റ്റൻറ്റിനുള്ളിൽ ഫോണ്ട് കോൺഫിഗർ ചെയ്യാനായിട്ട് ഫോണ്ട് ഫാമിലിയാണ് യൂസ് ചെയ്യുന്നത്. കോളൻ ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് പേര് കൊടുക്കുക. പോപ്പിൻസ് എന്ന് തന്നെ പേര് കൊടുക്കാൻ കോളൻ ഇട്ടിട്ട് ആ ഫോണ്ടിൻ്റെ പേരെന്താണ്, പോപ്പിൻസ് എന്നാണ് ആ ഫോണ്ടിൻ്റെ പേര്. ഇനി ഇവിടെ വന്നുകൊണ്ട് ഞാനൊരു ബട്ടൺ ടാഗ് സ്റ്റാർട്ട് ചെയ്തു. ബട്ടൺ എന്ന് തന്നെ പേര് കൊടുക്കാം. ബട്ടൺ എന്ന് തന്നെ അതിന് പേര് കൊടുത്തുകൊണ്ട് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോണ്ട് ഹൈഫൺ എന്നിട്ട് പോപ്പിൻസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ ആ ബട്ടണും ആ ഫോണ്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സൂം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് അത്രയും സൈസിൽ വരുന്നത്. ഇതിൻ്റെ ഡീഫോൾട്ട് ഫോണ്ട് സൈസ് ഇത്രയുമാണ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ടെക്സ്റ്റ് സൈസ് കൂടെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ബട്ടൺ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. ആ ബാക്ക്ഗ്രൗണ്ട് ബട്ടൺ ഹോവർ ചെയ്യുന്ന സമയത്ത് അതിന് മറ്റൊരു ഹോവർ കളറും ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺഫിഗറേഷനിൽ വന്നു. നിങ്ങൾക്കറിയാം, നെക്സ്റ്റ് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കോമ ഇട്ട് ഇവിടെ നമ്മൾ കളറിനും ടെക്സ്റ്റ് കളറിനും ബാക്ക്ഗ്രൗണ്ട് കളറിനും, അതായത് കളറുകൾ യൂസ് ചെയ്യുന്നത് എന്താണ്, എല്ലാം കളേഴ്സ് എന്ന ഒരു ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് വേണ്ട കളറിന് ഒരു പേര് കൊടുക്കുക. എന്താണ്, നമുക്കിവിടെ ഒരു ബട്ടൺ BG എന്ന് കൊടുക്കാം. കോളൻ ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തിനാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും അതുപോലെ തന്നെ അതിന് തന്നെ ഒരു ഹോവർ കളറ്, വേറൊരു കളറും, എത്ര കളർ വേണേലും അതിൻ്റെ ഡെപ്തിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീഫോൾട്ടായിട്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു കളർ വേണം. അതിനായിട്ട് ഡീഫോൾട്ട് എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കുക. DEFAULT, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യൂല. കോളൻ ഇട്ടുകൊണ്ട് കോഡ്സിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്ത അതേ കളർ തന്നെ കൊടുക്കാം. 188806. ഇതാണ് ഇതിൻ്റെ ഡീഫോൾട്ട് കളർ. കോമ ഇടുക. നെക്സ്റ്റ് നമുക്ക് ഏത് പേരിൽ വേണേലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഡാർക്ക് എന്ന് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്ത പോലെ ഡാർക്ക് എന്ന് കൊടുത്തു. കോളൻ ഇട്ടു. ഡബിൾ കോഡ്സിനകത്ത് ഈ കളറിൻ്റെ ഒരു ഡാർക്ക് കളർ കൊടുക്കാം. #15490D, അതാണ് അതിൻ്റെ ഡാർക്ക് കളറ്. ഇനി നമുക്ക് ഈ ക്ലാസ് വിളിക്കാം. ഇവിടെ എന്താണ് നമ്മൾ ഇത് ബാക്ക്ഗ്രൗണ്ട് വിളിക്കുന്നത് എന്താണ്, BG. നമ്മുടെ കളറിൻ്റെ പേര് ഇവിടെ ഒന്ന് നോക്കുക. എന്താണ് നമ്മുടെ കളറിൻ്റെ പേര്, ബട്ടൺ BG എന്നുള്ളതാണ്. BG-ബട്ടൺ BG എന്ന് എഴുതുമ്പോൾ തന്നെ ക്ലാസ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രൗസറിൽ നോക്കാം, അത് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ സ്റ്റൈൽ നോക്കണ്ട, നമുക്ക് ഫോണ്ട് സൈസും ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതൊരു ബട്ടൻ്റെ സ്റ്റൈലിലേക്ക് വരും.
ഇനി നമുക്ക് ഹോവർ എഴുതാനായിട്ട് ഹോവർ എഴുതി കോളൻ ഇട്ടു. എന്താണ് BG ബട്ടൺ. ഇവിടെ ഡാർക്ക് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺഫിഗറിൽ കൊടുത്ത ഡാർക്ക് കളർ ഇവിടെ വന്നിട്ടുണ്ട്. ബട്ടൺ ഡാർക്ക് അത് യൂസ് ചെയ്യുക. ഇവിടെ ഉണ്ട് ഹോവറിൽ വരുമ്പോൾ ഡാർക്ക് കളറും വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണ്? ഇനി നമുക്ക് ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ക്ലാസ് 1-2 യൂസ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ കളറ്, ടെക്സ്റ്റ് കളർ യൂസ് ചെയ്യുന്നത് എന്താണ്? ടെക്സ്റ്റ് വൈറ്റ്, അതും കളർ യൂസ് ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റ് ഹൈഫൺ എന്ന സ്റ്റാർട്ടിങ്ങാണ് അതിന് യൂസ് ചെയ്യുന്നത്. സേവ് ചെയ്തു. ടെക്സ്റ്റ് വൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടെക്സ്റ്റിൻ്റെ സൈസാണ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഹൈഫൺ ഇവിടെ താഴത്തുണ്ട്. SM, XS അങ്ങനെ തുടങ്ങിയ ക്ലാസ്സുകളുണ്ട്. നമുക്കൊരു LG കൊടുത്ത് നോക്കാം. LG കൊടുത്തു, സേവ് ചെയ്തു, ബ്രൗസറിൽ വന്നു. കുഴപ്പമില്ല, അത്രയും സൈസ് മതിയാവും. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ പാഡിങ് കോൺഫിഗർ ചെയ്തെടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ക്ലാസ്സുകൾ, പാഡിങ് ക്ലാസ്സുകൾ കൊടുക്കാം. പക്ഷേ നമുക്കിവിടെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് കോമ ഇടുക. അടുത്ത പ്രോപ്പർട്ടി എഴുതുന്നതിന് മുമ്പ് കോമ ഇടുക. പാഡിങ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ 2 രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സ്പേസിങ് എന്ന് പറയുന്ന മെത്തേഡും അതുപോലെ തന്നെ പാഡിങ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം പാഡിങ് എന്ന് തന്നെ എഴുതാം. പാഡിങ് കോളൻ ബ്രാക്കറ്റിനകത്ത് നമുക്ക് പേര് കൊടുക്കാം. ബട്ടൺ പാഡിങ് എന്ന് കൊടുക്കാം. കോളൻ ഇട്ട് ബട്ടൻ്റെ പാഡിങ് നമുക്ക് ടോപ്പ് ഒരു 10 പിക്സൽ, ഇവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് 30 പിക്സൽ കൊടുത്ത് സേവ് ചെയ്തു. ഇവിടെ ഇനി നമ്മൾ പാഡിങ് വിളിക്കണം. P ഹൈഫൺ അതാണ് അതിൻ്റെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. എന്നിട്ട് നമ്മൾ കൊടുത്ത പേരെന്താണ്? ബട്ടൺ പാഡിങ് എന്നുള്ള അത് കൊടുക്കുക, സേവ് ചെയ്യുക. ഇവിടെ അത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കൊടുത്ത 3 കാര്യങ്ങൾ, ഒന്ന് ഫോണ്ട് ഫാമിലി, 2 കളറ്, 3 പാഡിങ്, അത് 3ഉം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ HTML ഫയലിലേക്ക് നോക്കിയേ. ബട്ടന് നമ്മൾ ഇൻലൈനായിട്ട് ടെയിൽവിൻ CSSലെ ആദ്യം നമ്മൾ കോൺഫിഗർ ചെയ്തു. രണ്ടാമത് ആ കോൺഫിഗറേഷൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ ഇൻലൈനായിട്ട് വിളിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 മെത്തേഡുകളും ഒരുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാമത്തെ മെത്തേഡ് അറിയാമല്ലോ. ഇവിടെ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. തൽക്കാലം അത് നമുക്കിവിടെ ആവശ്യമില്ല. നമ്മളിവിടെ ചെയ്ത 3 മെത്തേഡുകളിൽ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോൺഫിഗർ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇൻലൈനായിട്ട് കോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വളരെയധികം നീളമുള്ളൊരു കോഡ്. ഇതിപ്പോൾ നോർമൽ ബട്ടൺ ആയതുകൊണ്ട് ഇനി ഇതിന് വേറെ സ്റ്റൈലുകളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. ബോർഡർ റേഡിയസ്, ബോക്സ് ഷാഡോ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ നീളം കൂടും. അപ്പോൾ ഇതൊരു ടോട്ടലി ഇനി ഒരുപാട് മറ്റ് ഡിവുകളും കോഡുകളും എല്ലാം വരുമ്പോൾ ടോട്ടലി ഒരു വൃത്തികേടായിട്ട് സ്റ്റൈലൊരു വൃത്തിയില്ലാതെ വരും. അപ്പോൾ അതിനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു ക്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റൈൽ ഇവിടെ എഴുതുന്നത്. ഇവിടെ input.css നമ്മുടെ സ്റ്റൈൽ ഷീറ്റിലേക്ക് എഴുതിയിട്ട് ഒരു ക്ലാസ്സിലേക്ക് എഴുതിയിട്ട് ആ ക്ലാസ്സാണ് നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റൈൽ ഷീറ്റിലോട്ട് എഴുതാം. ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ആ കട്ട് ചെയ്തെടുത്ത സ്റ്റൈലുകൾക്ക് ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണ്. ബട്ടൺ എന്ന് പറയുന്ന ഒരു പേരിൽ അത് വെക്കുകയാണ്. എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത കോഡ് നേരെ ഇവിടെ BTN എന്ന് പറയുന്ന നമ്മളിവിടെ കൊടുത്ത അതേ ക്ലാസ് എന്താണ് നമ്മളിവിടെ കൊടുത്തത്? BTN ആണ്. അതേ ക്ലാസ് തന്നെ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്, സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. കൺസോളിൽ ഒരു എറർ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? അത് പ്രോപ്പറായിട്ട് വർക്കായിട്ടില്ല. കണ്ട, ഇവിടെ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റൈല് പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെയിൽവിൻ CSSൽ നമ്മൾ നോർമലായിട്ട് സ്റ്റൈൽ എഴുതുന്ന പോലെയല്ല എഴുതേണ്ടത്. ഇതിന് മുന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ യൂട്ടിലിറ്റി ക്ലാസ്സുകൾക്ക് മുമ്പേ നമ്മൾ കൊടുക്കേണ്ട ഒരു സംഗതിയാണ് @apply. ഇത് ടെയിൽവിൻ CSSൻ്റെ ഒരു ഡയറക്റ്റീവാണ്. അത് കൊടുത്ത് സേവ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, ടെർമിനലിൽ കണ്ടോ, അത് സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്, ബിൽഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് ബ്രൗസറിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ബട്ടൺ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻലൈൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇവിടെ കോഡ് വളരെ നൈസായി. കാരണം ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ അതിനെ കൊടുത്തു. അപ്പോൾ വെറുതെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റീവ് ക്ലാസ്സിലേക്ക് നമ്മളതിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മളതിനെ ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ @apply എന്ന് പറയുന്ന ഈ ടെയിൽവിൻ CSSലെ ഡയറക്റ്റീവ് ടാഗ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാലാമത്തെ മെത്തേഡിൽ നമ്മൾ ടെയിൽവിൻ CSSൽ സ്റ്റൈൽ ചെയ്യുന്നത്. ഒന്നാമത്തെ മെത്തേഡ് കോൺഫിഗർ ചെയ്ത്, രണ്ടാമത്തെ മെത്തേഡ് ടെയിൽവിൻ CSSൻ്റെ യൂട്ടിലിറ്റി ക്ലാസ്സുകൾ ഇൻലൈനായിട്ട് ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്സുകൾ യൂസ് ചെയ്തുകൊണ്ട്, മൂന്നാമത്തത് സ്ക്വയർ ബ്രാക്കറ്റിൽ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമായിട്ടുള്ള മെഷർമെൻറ്റ് കൊടുത്ത്, നാലാമത്തെ മെത്തേഡാണ് നമ്മളതെല്ലാം കൂടെ ഇൻലൈൻ എഴുതുന്നതിന് പകരം നേരെ അത് കൊണ്ടുവന്ന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു സ്റ്റൈൽ ഷീറ്റിലേക്ക് ഒരു ക്ലാസ്സിനകത്ത് കൊടുക്കുക. പക്ഷേ ക്ലാസ്സിനകത്ത് കൊടുക്കുമ്പോൾ വെറുതെ കൊടുക്കുമ്പോൾ അത് വർക്കാകില്ല. അപ്പോൾ അതിന് ആ യൂട്ടിലിറ്റി ക്ലാസ്സുകൾക്ക് മുമ്പായിട്ട് ടെയിൽവിൻ CSSൽ ഒരു ഡിറക്റ്റീവായിട്ടുള്ള @apply എന്ന് കൊടുത്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം @apply എന്ന് പറയുന്ന ഡിറക്റ്റീവ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്ലാസ് കൂടെ തൊട്ട് പുറകെ വരുന്നുണ്ട്. കാരണം @apply മാത്രമല്ല ടെയിൽവിൻ CSSൻ്റെ ഡിറക്റ്റീവ്, രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഡിറക്റ്റീവ് കൂടിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ട് നോക്കി വയ്ക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.